ഹായ്, ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് നേരം എഴുന്നേറ്റ് നമ്മൾ മുറ്റത്തൊക്കെ ഒന്ന് നടന്ന് വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നൊരു അട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ അടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിക്കകത്ത് ലേശം ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ മാവ് കുഴച്ചൊന്ന് എടുക്കുവാണ്. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കാതെ ലേശം വെള്ളമൊക്കെ ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാവേ. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ശർക്കരയൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങയും പഞ്ചസാരയും ഉപയോഗിച്ചൊരു അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇലയൊക്കെ ഞാൻ പോയി വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം. ഇലയുടെ ആകുമ്പോഴത്തേക്കും ദേവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പം പിന്നെ രാവിലെ ഇതാണെങ്കിൽ ദേവ കഴിക്കുകയും ചെയ്യും. അപ്പം ഇനി നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാവേ. ഞാൻ ആ വാഴയിലയിൽ തന്നെ അങ്ങ് തേങ്ങ ചിരണ്ടി എടുക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പാത്രം നമുക്ക് കഴുകണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്കിത് വാഴയിലയിൽ തന്നെ അങ്ങ് ചിരകിയെടുക്കാവേ. ഈ ചെറിയ തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ കൂടെ കുറച്ച് ഇലയ്ക്ക് ഇങ്ങോട്ട് ഇടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. പക്ഷേ എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാവേ. കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഓരോ ഇലയിലോട്ട് പരത്തി കൊടുക്കാം. ഈ അടയുടെ കൂടെ നല്ല കട്ടൻ ചായയും കൂടെ ആയിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കാം കേട്ടോ. ഇനി ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കണം. കാരണം നമ്മുടെ അട പരത്താൻ വേണ്ടി, മാവ് പരത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൈ തൊട്ട് പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാനെടുത്ത് ഒരു ബൗളിനകത്ത് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ മുക്കി അത് നമുക്കൊന്ന് പരത്തി എടുത്തിട്ട് അതിൻ്റെ നടുവിലേക്കോ സൈഡിലേക്കോ ഒക്കെ നമുക്ക് ഈ നമ്മുടെ തേങ്ങ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുവാണ്. നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി കയറി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു കടുംചായയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടയും ഇന്നത്തെ രാവിലത്തെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുംചായയും കൂടെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നല്ല ചൂട് പാറുന്ന അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് രാവിലെയൊക്കെ ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.